ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡിൽ രണ്ടാമത്തെ അക്കൗണ്ട് നോക്കാം. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ദിസ് അക്കൗണ്ട് ഈസ് സിമിലർ ടു ദ വൺ പ്രിപ്പയർഡ് അണ്ടർ ഡെപ്റ്റേഴ്സ് സിസ്റ്റം. നമ്മൾ ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിൽ ആദ്യം പഠിച്ച സിസ്റ്റം, ആ ഡെപ്റ്റേഴ്സ് സിസ്റ്റം ഉണ്ടല്ലോ, ഒരു മെത്തേഡ്, അതിൽ നമ്മൾ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ബട്ട് ഡിസ്കൗണ്ട് അലൗഡ് ആൻഡ് ബാഡ് ഡെപ്റ്റ്സ് ആർ ഡെബിറ്റഡ് ഇൻ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് while entering them in branch debtors account. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഡിസ്കൗണ്ട് അലൗഡും അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റ്സും ഒക്കെ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അല്ല. അതാണ് ഈ ഒരു മെത്തേഡിൽ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ branch expense account. It is an account prepared to record all expenses at branch. ബ്രാഞ്ചിൽ ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസസും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്. The account is debited with all expenses at branch, allowances to customers, bad debts, depreciation on fixed assets, etc. അതായത് ഈ അക്കൗണ്ടിലാണ് എക്സ്പെൻസസ്, ബ്രാഞ്ചിലുണ്ടാകുന്ന എക്സ്പെൻസസ്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന എന്തെങ്കിലും അലവൻസസ്, അതായത് ഡിസ്കൗണ്ട്, ബാഡ് ഡെപ്റ്റ്സ്, ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സ്ഡ് അസറ്റ്സ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എൻ്റർ ചെയ്യുന്നത്. The total of expenses on the debit side of the account is later transferred to branch profit and loss account. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ബാലൻസ് വരുന്നത്, ആ ടോട്ടൽ ആണല്ലോ അതിൻ്റെ ബാലൻസ്, അത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. If no separate branch profit and loss account is maintained, it is closed by transferring its balance to the branch adjustment account. ഇനി ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ ബാലൻസ് നേരെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നാലാമത്തെ അക്കൗണ്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് വിത്ത് എ വ്യൂ ടു അസർടൈൻ ദ ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് ദി branch. This account summarizes the profit loading on all transactions. Branch adjustment account is prepared with a view to ascertain the gross profit of the branch. ബ്രാഞ്ചിൽ മൊത്തം ഉണ്ടാകുന്ന പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ദിസ് അക്കൗണ്ട് സമ്മറൈസസ് ദ പ്രോഫിറ്റ് ലോഡിംഗ് ഓൺ ഓൾ ട്രാൻസാക്ഷൻ. അതായത് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കിലും ക്ലോസിംഗ് സ്റ്റോക്കിലും അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച്, അതിലൊക്കെ നമ്മൾ ഒരു പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അതിന് റിസർവ് നമ്മൾ കണ്ടെത്തിയില്ലായിരുന്നോ, ലോഡിംഗ്, അതാണ് ഈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ മെയിനായിട്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് സ്റ്റോക്ക് റിസർവ് ഓൺ ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ലോഡിംഗ് ഓൺ നെറ്റ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആൻഡ് ലോഡിംഗ് ഓൺ സർപ്ലസ് ഇൻ സ്റ്റോക്ക്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള പ്രോഫിറ്റിൻ്റെ ഷെയർ, അതുപോലെ തന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെ അതിൽ ഉള്ള പ്രോഫിറ്റിൻ്റെ ഷെയർ, അതുപോലെ തന്നെ എന്തെങ്കിലും സ്റ്റോക്കിൽ ഉണ്ടാകുന്ന സർപ്ലസ് അതിലുള്ള പ്രോഫിറ്റിൻ്റെ ഷെയർ, ഇത്രയാണ് ഈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്. ദിസ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ലോഡിംഗ് ഓൺ ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക്, സ്പോയിലേജ്, പിൽഫ്രേജ്, തെഫ്റ്റ്, ലോസ് ബൈ ഫയർ, ലോസ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് സ്റ്റോക്ക് റിസർവ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ് സ്റ്റോക്കിൽ എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു വാല്യൂവിൻ്റെ പ്രോഫിറ്റിൻ്റെ ഷെയർ, അതുപോലെ തന്നെ സ്പോയിലേജ്, എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി പോവുക, പിൽഫ്രേജ്, ലീക്ക് ഉണ്ടായി, അതായത് അലുത്ത് പോവുക, അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ തെഫ്റ്റ്, ലോസ് ബൈ ഫയർ, അതായത് മോഷണം പോവുക, തീ കത്തി പോവുക, അതുപോലെ ലോസ് ഇൻ ട്രാൻസിറ്റ്, അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോവുക, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് റിസർവ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. ബാലൻസ് ഓഫ് ദിസ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ അക്കൗണ്ടിലുണ്ടാകുന്ന ബാലൻസ് അത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫിഫ്ത്ത് അക്കൗണ്ട് branch profit and loss account. Branch profit and loss account is prepared to ascertain the net profit or loss at the branch. ബ്രാഞ്ചിൽ ഉണ്ടാകുന്ന നെറ്റ് പ്രോഫിറ്റ് അത് കണ്ടുപിടിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദിസ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ ഗ്രോസ് പ്രോഫിറ്റ് ആസ് അസർടൈൻഡ് ഫ്രം ദി ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് കോസ്റ്റ് ഓഫ് സർപ്ലസ് ഇൻ സ്റ്റോക്ക്. This account is credited with gross profit as ascertained from the branch adjustment account. നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമുക്ക് ബാലൻസ് കിട്ടിയത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും, അതാണ് ആദ്യമേ ക്രെഡിറ്റ് ചെയ്യുന്നത്. ആൻഡ് കോസ്റ്റ് ഓഫ് സർപ്ലസ് ഇൻ സ്റ്റോക്ക്, സ്റ്റോക്കിൽ എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ
അതും ഈ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇനി അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ബ്രാഞ്ച് എക്സ്പെൻസസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക്, പിൽഫ്രേജ്, തെഫ്റ്റ് എക്സെട്ര. ഇനി ഈ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തായിരുന്നല്ലോ, അതിലുണ്ടാകുന്ന ബാലൻസ്, അതുപോലെ തന്നെ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഷോർട്ടേജ്, അത് പിൽഫ്രേജ് വഴിയും തെഫ്റ്റ് വഴിയും ലോസ് ബൈ ഫയർ വഴിയും ഇതൊക്കെ ആണ് നമ്മൾ ഈ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത്. ഇഫ് ദ ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ, it represents net profit and it is net loss when the debit side is more. നമുക്ക് ബാലൻസ് കിട്ടുന്ന ഡെബിറ്റ് സൈഡിലാണെങ്കിൽ അതിനർത്ഥം അത് പ്രോഫിറ്റ് ആണ് എന്ന് വെച്ചാൽ ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവ് വരുമ്പോഴാണ് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വരുന്നത്, അത് നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. നേരെ തിരിച്ചാണെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും. ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെയും അതുപോലെ തന്നെ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ഫോർമാറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ അത് നോക്കാം, ആ ഫോർമാറ്റ് നോക്കാം. ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ അതിൽ ഡെബിറ്റ് ചെയ്ത് അയക്കുന്ന ഐറ്റംസ് കണ്ടോ, നമുക്ക് എക്സ്പെൻസസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ നഷ്ടങ്ങളായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഡെബിറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഷോർട്ടേജ് ഇൻ സ്റ്റോക്കിൽ എന്തെങ്കിലും കുറവ് വരുവാണെങ്കിൽ. ബ്രാക്കറ്റിൽ ലോഡിംഗ് എന്ന് കണ്ടോ, ഈ ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഷെയർ മാത്രമേ കൊണ്ടിരുന്നുള്ളൂ. അത് എന്തിൻ്റെയൊക്കെയാണ് എല്ലാത്തിൻ്റെ സ്റ്റോക്കിൻ്റെ ആയാലും ഈ എന്തെങ്കിലും ലോസ് ഉണ്ടായതിൻ്റെ ആയാലും അതിൻ്റെയൊക്കെ പ്രോഫിറ്റിൻ്റെ ഷെയർ മാത്രമേ നമ്മൾ ഈ അക്കൗണ്ടിൽ കൊണ്ടിരുന്നുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക് അക്കൗണ്ട് ലോഡിംഗ്, ലോസ് ബൈ ഫയർ, ലോസ് ഇൻ ട്രാൻസിറ്റ്, ലോസ് ബൈ തെഫ്റ്റ്, പിൽഫ്രേജ് അക്കൗണ്ട്, സ്റ്റോക്ക് റിസർവ്, ലോഡിംഗ് ഓൺ ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂൻ്റെ പ്രോഫിറ്റ് ഷെയറാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ക്രെഡിറ്റ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് ഷെയർ, അതുപോലെ തന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റിൻ്റെ ഷെയർ, അതുപോലെ തന്നെ സ്റ്റോക്കിൽ എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഷെയർ. ഏറ്റവും അവസാനം ബാലൻസ് ചെയ്തേക്കുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ്, ഇതിലേതെങ്കിലും കിട്ടും. അതുപോലെ തന്നെ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു ഫോർമാറ്റ് കൊണ്ട് തന്നിട്ടുണ്ട്. അതിൽ കണ്ടോ, നിങ്ങൾക്ക് ആ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ എങ്ങോട്ട് ചെയ്യും, ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ സ്റ്റോക്കിലുണ്ടായ സർപ്ലസിൻ്റെ എമൗണ്ട് ആണ് ഇതിൽ കാണിക്കുന്നത്. കോസ്റ്റ് മാത്രമേ കാണിക്കത്തുള്ളൂ കേട്ടോ, അല്ല ഫുൾ എമൗണ്ട് അല്ല. കോസ്റ്റിൻ്റെ, അതായത് പ്രോഫിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കോസ്റ്റ് വാല്യൂ മാത്രമേ ഈ അക്കൗണ്ടിൽ കാണിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട്, ലോസ് ബൈ തെഫ്റ്റ്, അതിൻ്റെയും കോസ്റ്റാണ്. അതുപോലെ തന്നെ ഷോർട്ടേജ് ഇൻ സ്റ്റോക്ക് കോസ്റ്റ്, ദെൻ പിൽഫ്രേജ് അക്കൗണ്ട് കോസ്റ്റ്, ഏറ്റവും അവസാന ബാലൻസ് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത്രയാണ് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്.